എല്ലാവർക്കും നമസ്കാരം. ശ്രീനാരായണ ഗുരു ഓപ്പൺ യൂണിവേഴ്സിറ്റിയുടെ PA സാൻസ്ക്രിറ്റ് ലാംഗ്വേജ് ആൻഡ് ലിറ്ററേച്ചർ എന്ന പ്രോഗ്രാമിലേക്ക് എല്ലാ പഠിതാക്കൾക്കും ഹൃദ്യമായ സ്വാഗതം. ഞാൻ ഡോക്ടർ KU വിജയരാജൻ, അസിസ്റ്റൻറ്റ് പ്രൊഫസർ, ഡിപ്പാർട്ട്മെൻറ്റ് ഓഫ് സാൻസ്ക്രിറ്റ്, ശ്രീനാരായണ ഗുരു ഓപ്പൺ യൂണിവേഴ്സിറ്റി, കൊല്ലം. BA സംസ്കൃതം പ്രോഗ്രാമിലെ ഡിസിപ്ലിൻ കോർ കോഴ്സായ സംസ്കൃത അധ്യയന വിധിയിലെ ബ്ലോക്ക് 2-ലെ യൂണിറ്റ് 1 ആണ് ഇന്ന് നമ്മൾ ചർച്ച ചെയ്യുന്നത്. തിങ്ങന്ത പരിചയ എന്ന ക്ലാസ്സിൽ ക്രിയാപദത്തിൻ്റെ സാമാന്യ പരിചയം, ക്രിയാപദങ്ങൾ എങ്ങനെയാണ് ഒരു വാക്യത്തിൽ പുരുഷ വചനാനുസാരം പ്രയോഗിക്കേണ്ടത് എന്ന് നാം വിശദമായി ചർച്ച ചെയ്യുകയുണ്ടായി. ഈ യൂണിറ്റിൽ ഭൂധാതു പരസ്മേപതി ദശലകാരേഷു, പരസ്മേപതി ധാതുവായ ഭൂധാതുവിൻ്റെ 10 ലകാരങ്ങളിലുള്ള പ്രയോഗങ്ങളും അവയുടെ രൂപങ്ങളുമാണ് നമ്മൾ ഈ യൂണിറ്റിൽ ചർച്ച ചെയ്യുന്നത്. എന്താണ് ധാതു എന്ന് പറയുന്നത്? ധീയതേ സർവം അസ്മിൻ ഇതി ധാതുഹു ധാത്വാനുസാരേണ പദനിഷ്പത്തി അർത്ഥകഥനം ച ധാത്വാനുസാരേണ ക്രിയാഹ. ഒരു ക്രിയാപദത്തിൻ്റെ അടിസ്ഥാനപരമായ മൂലഘടകത്തെയാണ് ധാതു എന്ന് പറയുന്നത്. ആ ധാതുവിൽ നിന്നാണ് ക്രിയയുടെ പല രൂപങ്ങളും ഉണ്ടാവുന്നത്. ഭൂധാതുവിൽ നിന്നാണ് ഭവതി എന്ന ക്രിയാപദം ഉണ്ടായിരിക്കുന്നത്. പട് ധാതുവിൽ നിന്നാണ് പടതി എന്ന ക്രിയാപദം ഉണ്ടായിരിക്കുന്നത്. ഗമ ധാതുവിൽ നിന്നാണ് ഗച്ഛതി എന്ന ക്രിയാപദം ഉണ്ടായിരിക്കുന്നത്. അപ്പോൾ ധാതു എന്ന് പറയുന്നത് ഒരു ക്രിയാപദത്തിൻ്റെ അടിസ്ഥാനപരമായ മൂലഘടകത്തെയാണ് ധാതു എന്ന് നമുക്ക് പറയാം. ഇനി എന്താണ് പരസ്മേപതി? സ്വരൂപാനുസാരം ധാതവഃ ത്രിധ. ധാതുവിൻ്റെ സ്വരൂപത്തിനനുസരിച്ച് ക്രിയാപദം 3 തരത്തിലാണുള്ളത്. പരസ്മേപദിനഃ, ആത്മനേപദിനഃ, ഉഭയപദിനഃ ച. ധാതുവിനെ പരസ്മേപതിയെന്നും ആത്മനേപതിയെന്നും ഉഭയപതിയെന്നും 3ആയി തിരിച്ചിരിക്കുന്നു. പരസ്മേപതിയുടെ ഉദാഹരണങ്ങൾ നമുക്ക് നോക്കാം. ഭവതി, പഠതി, ഗച്ഛതി, പിബതി, പശ്യതി ഇവയെല്ലാമാണ് പരസ്മേപതി ക്രിയാപദങ്ങളെന്ന് പറയുന്നത്. ഇവിടെ ഒരു പ്രത്യേകത, ഈ പദങ്ങളെല്ലാം, ഈ ക്രിയാപദങ്ങളെല്ലാം അവസാനിക്കുന്നത് തി എന്നുള്ള അക്ഷരത്തിലാണ്. അപ്പോൾ തി എന്ന അക്ഷരത്തിൽ അവസാനിക്കുന്ന ക്രിയാപദങ്ങളെ പരസ്മേപതി ധാതുക്കളെന്ന് നമുക്ക് സാമാന്യമായി പറയാം. അതായത് പ്രഥമ പുരുഷ ഏകവചനത്തിൽ ഈ ക്രിയാപദങ്ങൾ അവസാനിക്കുന്നത് തീയിലായിരിക്കും. ആത്മനേപതി ധാതുക്കളെന്ന് പറയുമ്പോൾ അതിന് ഉദാഹരണങ്ങൾ നമുക്ക് നോക്കാം. ലഭതേ, വന്ദതേ, സേവതേ ഇവയെല്ലാം, ഈ ക്രിയാപദങ്ങളെല്ലാം അവസാനിക്കുന്നത് തേ എന്നുള്ളതിലാണ്. അപ്പോൾ തേ പ്രഥമ പുരുഷ ഏകവചനത്തിൽ തേയിൽ അവസാനിക്കുന്ന എല്ലാ ക്രിയാപദങ്ങളെയും നമുക്ക് ആത്മനേപതി എന്ന് സാമാന്യമായി പറയാൻ സാധിക്കും. അങ്ങനെ നമുക്ക് തിരിച്ചറിയാനായിട്ട് സാധിക്കും. ഉഭയപദികൾ എന്ന് പറയുമ്പോൾ 2 രൂപവും ഉള്ളതിനെ, അത് പരസ്മേപതിയും ആത്മനേപതിയും രൂപങ്ങൾ ഉള്ളതിനെ ഉഭയപദികൾ എന്ന് പറയുന്നു. യാചതേ, യാചതി, യാചതേ എന്നും പറയാം, യാചതി എന്നും പറയാം. കരോതി, കുരുതേ, കരോതി എന്നും പറയാം, നമുക്ക് കുരുതേ എന്നും പറയാം. അപ്പോൾ ഇതിൻ്റെ വിശദമായിട്ടുള്ളത് നമ്മൾ വ്യാകരണം കൂടുതൽ പഠിക്കാൻ നേരത്ത് അതിൻ്റെ ഭേദങ്ങളെക്കുറിച്ച് നമുക്ക് കൂടുതലായിട്ട് പഠിക്കാം. സാമാന്യമായിട്ട് നമുക്ക് പരസ്മേപതി എന്നും ആത്മനേപതി എന്നും ഉഭയപതി എന്നും ക്രിയാപദത്തെ 3ആയി തിരിച്ചിരിക്കുന്നു എന്ന് നമുക്ക് മനസ്സിലാക്കാം. ഇനി ദശലകാരേഷു എന്ന് നമ്മൾ കണ്ടു. എന്താണ് ലകാരം? സംസ്കൃതത്തിൽ കാലങ്ങളെയാണ് ലകാരം എന്നുള്ള പദം കൊണ്ട് സൂചിപ്പിക്കുന്നത്. വിഭിന്നങ്ങളായ കാലങ്ങളെ സൂചിപ്പിക്കാനായി സംസ്കൃതത്തിൽ ലകാരങ്ങൾ ഉപയോഗിക്കുന്നു. വർത്തമാനകാലം, ഭൂതകാലം എന്നിവയെ നമുക്ക് പല ലകാരങ്ങളുമായിട്ടും പറയാം. സംസ്കൃതത്തിൽ 10 ലകാരങ്ങളാണ് ഉള്ളത്. ലട്ട്, ലിട്ട്, ലുട്ട്, ഋട്ട്, ലോട്ട്, ലങ്, ആശിർലിംഗ, വിധിലിംഗ, ലുങ്, ഋങ്
ഇവയാണ് സംസ്കൃതത്തിലെ 10 ലകാരങ്ങൾ. അതുകൂടാതെ വേദങ്ങളിൽ ലേട്ട് എന്നുള്ള ഒരു ലകാരം ഉപയോഗിച്ചതായിട്ട് കാണുന്നു. അത് ലൗകിക സംസ്കൃതത്തിൽ അത് കൂടുതൽ ഉപയോഗിക്കുന്നില്ല. അങ്ങനെ 10 ലകാരങ്ങളെയാണ് നമ്മളിന്ന് പഠിക്കാനായിട്ട് പോകുന്നത്. ഭൂധാതുവിൻ്റെ 10 ലകാരങ്ങൾ. ധാതുക്കൾ പ്രത്യയങ്ങളുമായി ചേരുമ്പോഴാണ് ക്രിയാപദങ്ങൾ ഉണ്ടാവുന്നത്. പരസ്മൈപതി ധാതുവിന് പരസ്മൈപതിയായിട്ടുള്ള പ്രത്യയങ്ങളാണ് ഉള്ളത്. തിപ്പ്, തസ്, ജി, സിപ്പ്, ധസ്, ധ, മിപ്പ്, വസ്, മസ്, അങ്ങനെ 9 പരസ്മൈപതി പ്രത്യയങ്ങളാണ് ഉള്ളത്. ഇവ ധാതുക്കളോടൊപ്പം ചേരുമ്പോഴാണ് ഒരു ക്രിയാപദം ഉണ്ടാവുന്നത്. ഉദാഹരണത്തിന് ഭൂധാതു അധികം തിപ്പ് പ്രത്യയ. ഭൂധാതുവിനോടൊപ്പം തിപ്പ് പ്രത്യയം ചേരുമ്പോൾ ഭവതി എന്ന ക്രിയാപദം ഉണ്ടാവുന്നു. ഇനി നമുക്ക് ഭൂധാതുവിൻ്റെ 10 ലകാരങ്ങളെക്കുറിച്ച് പഠിക്കാം. ആദ്യം ലട്ട് ലകാരമാണ് ഭൂധാതു പരസ്മൈപതി ലട്ട്. വർത്തമാനെ ലട്ട്. വർത്തമാനകാലത്തിൽ ആണ് ലട്ട് ലകാരം പ്രയോഗിക്കുന്നത്. അതിൻ്റെ രൂപങ്ങൾ നമുക്ക് നോക്കാം. പ്രഥമപുരുഷ ഭവതി, ഭവതഃ, ഭവന്തി. മധ്യമപുരുഷ ഭവസി, ഭവതഃ, ഭവത. ഉത്തമപുരുഷ ഭവാമി, ഭവാവഹ, ഭവാമഹ. ഭൂധാതുവിൻ്റെ വർത്തമാനകാലത്തിലുള്ള 9 രൂപങ്ങളാണ് ഇപ്പോൾ ഞാൻ പറഞ്ഞത്. ഇവ കർത്തൃപദത്തോടൊപ്പം ചേരുമ്പോൾ ബാലഃ ഭവതി, ബാലൗ ഭവതഃ, ബാലാഃ ഭവന്തി. മധ്യമപുരുഷനിൽ ത്വം ഭവസി, യുവാം ഭവതഃ, യൂയം ഭവത. ഉത്തമപുരുഷനിൽ ചേരുമ്പോൾ അഹം ഭവാമി, ആവാം ഭവാവഹ, വയം ഭവാമഹ എന്ന് കിട്ടുന്നു. സംസ്കൃതത്തിൽ നമ്മൾ അറിഞ്ഞിരിക്കേണ്ടത് ത്രയഃ പുരുഷാഃ ത്രീണി വചനാനി ച സന്തി. അതായത് സംസ്കൃതത്തിൽ 3 പുരുഷനും 3 വചനങ്ങളുമാണ് ഉള്ളത്. പ്രഥമ പുരുഷൻ എന്ന് പറയുമ്പോൾ ഇംഗ്ലീഷിൽ തേർഡ് പേഴ്സണെയാണ് നമ്മൾ പറയുന്നത്. അതായത് മറ്റൊരു വസ്തുവിനെക്കുറിച്ച് പറയുന്നതാണ് പ്രഥമ പുരുഷൻ എന്ന് പറയുന്നത്. ബാലഃ, രമേശഃ, കൃഷ്ണഃ ഇവയെല്ലാം പ്രഥമ പുരുഷനിലാണ് വരുന്നത്. മധ്യമ പുരുഷൻ എന്ന് പറയുമ്പോൾ നീ എന്നുള്ള അർത്ഥത്തെയാണ് നമ്മൾ മധ്യമ പുരുഷൻ എന്ന് പറയുന്നത്. ത്വം, യുവാം, യൂയം ഇവ 3മാണ് മധ്യമ പുരുഷൻ. നീ, നിങ്ങൾ 2 പേർ, നിങ്ങളെല്ലാവരും. ഉത്തമ പുരുഷൻ എന്ന് പറയുമ്പോൾ ഞാൻ, ആരാണ് സംസാരിക്കുന്നത് അയാളെയാണ് ഉത്തമ പുരുഷൻ എന്ന് പറയുന്നത്. അഹം, ആവാം, വയം, ഞാൻ, ഞങ്ങൾ 2 പേർ, ഞങ്ങളെല്ലാവരും. ഇതിനനുസരിച്ച് ഇവയുടെ ഏകവചനം, ദ്വിവചനം, ബഹുവചനം അങ്ങനെ 3 വചനങ്ങളാണുള്ളത്. ഒരാളെ സൂചിപ്പിക്കാനായിട്ട് സംസ്കൃതത്തിൽ ഏകവചനമെന്നും 2 പേരെ കാണിക്കുന്നത് ദ്വിവചനമെന്നും 2ൽ കൂടുതലുള്ളവരെ ബഹുവചനമെന്നാണ് പറയുന്നത്. അതനുസരിച്ചിട്ടുള്ള 9 രൂപങ്ങളാണ് ഇവിടെ കൊടുത്തിരിക്കുന്നത്. അങ്ങനെയാണ് ഭവതി, ഭവതഃ, ഭവന്തി, ഭവസി, ഭവതഃ, ഭവത, ഭവാമി, ഭവാവഹ, ഭവാമഹ എന്ന് വരുന്നത്. സഹ ബാലഃ ഭവതി. അവൻ ഒരു ആൺകുട്ടിയാണ്. സഹ ഛാത്രഃ പഠതി. ആ വിദ്യാർത്ഥി പഠിക്കുന്നു. തുടങ്ങിയ വാക്യങ്ങളെല്ലാം നമുക്ക് ഇതുമായിട്ട് ചേർത്ത് പറയാം. അപ്പോൾ ഇതാണ് വർത്തമാനകാലത്തിലെ ലെട്ടെന്ന് പറയുന്നത്. ഈ ഒരു ഭൂധാതുവിൻ്റെ രൂപം പഠിച്ചു കഴിഞ്ഞാൽ അതുമായിട്ട് സാമ്യമുള്ള എല്ലാ പരസ്മൈപതി ധാതുക്കളും നമുക്ക് പറയാനായിട്ട് സാധിക്കും. ഉദാഹരണത്തിന് പടുധാതു. പടുധാതുവിൻ്റെ 9 രൂപങ്ങൾ നമുക്ക് പറയാനായിട്ട് സാധിക്കും. അത് പഠതി, പഠതഃ, പഠന്തി, പഠസി, പഠതഃ, പഠധ, പഠാമി, പഠാവഹ, പഠാമഹ. അപ്പോൾ ഇതുപോലെ ഗമധാതുവും ധാവുധാതുവും അങ്ങനെ എല്ലാ ധാതുക്കളും പരസ്മൈപതിയായിട്ടുള്ള ധാതുക്കൾക്കും നമുക്ക് ഈ ഒരു രൂപത്തിൽ നമുക്ക് പറയാനായിട്ട് സാധിക്കും. അടുത്തത് ഭൂധാതുഹു പരസ്മൈപതി ലിട്ട്. ലിട്ട് ഭൂതകാലേ അനദ്യതനെ പരോക്ഷേ. സൂത്രം പരോക്ഷേ ലിട്ട്. പരോക്ഷ അർത്ഥത്തിലാണ് ലിട്ട് പ്രയോഗിക്കുന്നത്. ലിട്ട് ഭൂതകാലാർത്ഥത്തിലും വളരെ വിദൂരമായ ഭൂതകാലത്തിൽ നടന്ന ഒരു കാര്യത്തെ സൂചിപ്പിക്കുന്നതിന് വേണ്ടിയിട്ടാണ് ലിട്ട് എന്നുള്ള ലകാരം ഉപയോഗിക്കുന്നത്. അതിൻ്റെ രൂപം നോക്കാം. പ്രഥമപുരുഷ
ബഭൂവ, ബഭൂവതുഃ, ബഭൂവുഃ. മധ്യമപുരുഷः ബഭൂവിത, ബഭൂവതുഃ, ബഭൂവ. ഉത്തമപുരുഷः ബഭൂവ, ബഭൂവിവ, ബഭൂവിമ. പുരാ ഉജ്ജയിന്യാം ഏകഃ രാജ ബഭൂവ. എന്നൊരു ഉദാഹരണമാണ് അവിടെ കൊടുത്തിരിക്കുന്നത്. പണ്ട് ഉജ്ജയിനിൽ ഒരു രാജാവ് ഉണ്ടായിരുന്നു. അത് വളരെ വിദൂരമായിട്ടുള്ള, അതായത് നമുക്ക് കാണാൻ സാധിക്കാത്ത ഭൂതകാലത്തിൽ നടന്നുള്ള ഒരു കാര്യത്തെ സൂചിപ്പിക്കുന്നതിന് വേണ്ടിയിട്ടാണ് ലിട്ട് എന്നുള്ള ലകാരം ഉപയോഗിക്കുന്നത്. സഹ വേദാൻ പഭാട്ട, അവൻ വേദങ്ങൾ പഠിച്ചു. അത് വളരെ വിദൂരമായിട്ടുള്ള ഒരു കാലത്ത് നടന്ന ഒരു കാര്യത്തെ സൂചിപ്പിക്കാനായിട്ട് ലിട്ട് ഉപയോഗിക്കുന്നു. അനന്തരം ഭൂധാതോഃ പരസ്മേപതി ലുട്ട്. ലുട്ട് ലകാരഃ അനദ്യതന ഭവിഷ്യകാലേ. അനദ്യതനെ ലുട്ട് ഇതി സൂത്രം. അനദ്യതന ഭവിഷ്യത് കാലത്തെ സൂചിപ്പിക്കാനായിട്ടാണ് ലുട്ട് എന്നുള്ള ലകാരം ഉപയോഗിക്കുന്നത്. അതായത് വളരെ വിദൂരമായ ഭാവിയിലുള്ള ഒരു കാര്യത്തെ സൂചിപ്പിക്കുന്നതിന് വേണ്ടിയിട്ടാണ് ലുട്ട് ലകാരം ഉപയോഗിക്കുന്നത്. അതിൻ്റെ രൂപം നോക്കാം. പ്രഥമപുരുഷഃ ഭവിത, ഭവിതാരോ, ഭവിതാരഃ. മധ്യമപുരുഷഃ ഭവിതാസി, ഭവിതാസ്തഃ, ഭവിതാസ്ഥ. ഉത്തമപുരുഷഃ ഭവിതാസ്മി, ഭവിതാസ്വഃ, ഭവിതാസ്മഃ. ഒന്നുകൂടി വായിക്കാം. ഭവിത, ഭവിതാരോ, ഭവിതാരഃ. ഭവിതാസി, ഭവിതാസ്തഃ, ഭവിതാസ്ഥ. ഭവിതാസ്മി, ഭവിതാസ്വഃ, ഭവിതാസ്മഃ. സഹ ഭവിത, അവൻ ഭവിക്കും. രാമഃ വേദം പഠിത, രാമൻ വേദം പഠിക്കും. അപ്പോൾ ഏത് കാലത്തെ ആണ് പറയുന്നില്ല, ഭാവിയിൽ ഏതെങ്കിലും ഒരു കാലത്ത് പഠിക്കും എന്നുള്ള അർത്ഥത്തിലാണ് ഈ ഒരു ലുട്ട് ലകാരം ഇവിടെ പ്രയോഗിക്കുന്നത്. അടുത്തതായി ഭൂധാതോഃ പരസ്മൈപതി ഋട്ട് ലകാരഃ സാമാന്യ ഭവിഷ്യകാലേ ഋട്ട് ശേഷേ ച ഇതി സൂത്രം. സാമാന്യ ഭവിഷ്യകാലത്ത് ഉപയോഗിക്കുന്ന ലകാരമാണ് ഋട്ട് ലകാരം എന്ന് പറയുന്നത്. സാമാന്യ ഭവിഷ്യകാലത്ത്, അതായത് തൊട്ടടുത്ത കാലത്ത് സംഭവിക്കാവുന്ന ഒരു കാര്യത്തെ സൂചിപ്പിക്കുന്നതിന് വേണ്ടിയിട്ടാണ് ഋട്ട് എന്നുള്ള ലകാരം ഉപയോഗിക്കുന്നത്. ഇത് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ലകാരമാണ്. നമുക്കതിൻ്റെ രൂപങ്ങൾ നോക്കാം. പ്രഥമപുരുഷഃ ഭവിഷ്യതി, ഭവിഷ്യതഃ, ഭവിഷ്യന്തി. മധ്യമപുരുഷഃ ഭവിഷ്യസി, ഭവിഷ്യതഃ, ഭവിഷ്യഥ. ഉത്തമപുരുഷഃ ഭവിഷ്യാമി, ഭവിഷ്യാവഹ, ഭവിഷ്യാമഹ. സഹ ശ്വഃ ഗൃഹം ഗമിഷ്യതി. ഒരു ഉദാഹരണമാണ്. നാളെ അവൻ വീട്ടിൽ പോകും. ശ്വഃ എന്ന് പറയുന്നത് നാളെ. അപ്പോൾ അത്തരത്തിൽ സഹ ശ്വഃ ഗാസ്യതി, അവൻ നാളെ പാടും. സഹ ശ്വഃ പാസ്യതി, അവൻ നാളെ കുടിക്കും. അങ്ങനെ ഒരു സാമാന്യത്തിലുള്ള ഒരു ഭവിഷ്യത് കാലത്ത് നടക്കുന്ന ഒരു കാര്യത്തെ സൂചിപ്പിക്കാനായിട്ട് ഋട്ട് എന്നുള്ള ലകാരം ഉപയോഗിച്ചു വരുന്നു. ഭൂധാതോഃ പരസ്മൈപതി ലോട്ട്, ലോട്ട് ച എന്നുള്ള സൂത്രം. വിധി നിമന്ത്രണ ആമന്ത്രണ അധീഷ്ട സംപ്രശ്ന പ്രാർത്ഥനാദിഷു അർത്ഥേഷു. അതായത് ആജ്ഞ അർത്ഥത്തിലാണ് ലോട്ട് എന്നുള്ള ലകാരം ഉപയോഗിക്കുന്നത്. അതിൻ്റെ രൂപം നോക്കാം. ഭവതു ഓർ ഭവതാത്, ഭവതാം ഭവന്തു, ഭവ ഭവതാത്, ഭവതം ഭവത, ഭവാനി ഭവാവ ഭവാമ. പ്രഥമപുരുഷ ഏകവചനത്തിൽ അതിൻ്റെ രണ്ട് രൂപങ്ങളുണ്ട്. ഭവതു എന്നും പറയാം, ഭവതാത് എന്നും പറയാം. അതുപോലെ തന്നെ മധ്യമപുരുഷ ഏകവചനത്തിലും ഭവ എന്നും പറയാം, ഭവതാത് എന്നും പറയാം. ഇവ ആജ്ഞാർത്ഥത്തിലാണ് കൂടുതലായിട്ടും ഉപയോഗിച്ച് വരുന്നത്. ഇപ്പോൾ നമ്മൾ സാധാരണ കേട്ടിട്ടുണ്ടാവും ആയുഷ്മാൻ ഭവ, അല്ലേ? അതുപോലെ തന്നെ യശസ്വി ഭവ, ത്വം യശസ്വി ഭവ എന്നുള്ള അർത്ഥത്തിൽ, അതായത് ചിരഞ്ജീവി ഭവ, അങ്ങനെയുള്ള ആശീർവാദ അർത്ഥത്തിലും അല്ലെങ്കിൽ ആജ്ഞാർത്ഥത്തിലും എല്ലാം നമ്മൾ ലോട്ട് ഉപയോഗിച്ച് വരുന്നു. വളരെ പ്രസിദ്ധമായിട്ടുള്ളൊരു മന്ത്രത്തിലും പറയുന്നത് സർവേ സുഖിനഃ ഭവന്തു, അല്ലേ? അവിടെ ഭവന്തു എന്നുള്ളത് എല്ലാവരും സുഖികളായിട്ട് തീരട്ടെ എന്ന അർത്ഥത്തിൽ വരുന്ന അവിടെ ഭവന്തു എന്ന് പറയുന്നതും എന്ത് തന്നെയാണ്? ലോട്ട് ലകാരം തന്നെയാണ്. അപ്പോൾ ലോട്ട് നമ്മൾ കുറേ സ്ഥലങ്ങളിൽ നമ്മുടെ ഭാഷയിൽ
കുറേ സ്ഥലങ്ങളിൽ ലോട്ട് ലകാരം ഉപയോഗിച്ച് വരുന്നതായിട്ട് കാണുന്നു. അതുപോലെ തന്നെ ഇത് പഠിച്ചു കഴിഞ്ഞാൽ നമുക്ക് പടതു പടതാത് പടതു പടതാം പഠന്തു പട പടതം പടത പഠാനി പഠാവ പഠാമ മറ്റ് ധാതുക്കളും ഈ ഒരു രൂപത്തിൽ നമുക്ക് പറയാനായിട്ട് സാധിക്കും. ഭൂധാതോഹോ പരസ്മേപതി ലങ് അനദ്യതനെ ഭൂതേ ലങ് അനദ്യതനെ ലങ് ഇതി സൂത്രം. അനദ്യതനെ ഭൂതേ ലങ് എന്ന് പറയുന്നത് ഭൂതകാലത്തെ സൂചിപ്പിക്കുന്ന ഒരു ലകാരമാണ്. അനദ്യതനെ അതായത് ഇന്നല്ലാത്തത് ആ കാര്യങ്ങളെ സൂചിപ്പിക്കാനായിട്ട് ലങ് എന്നുള്ള ലകാരം സംസ്കൃത ഭാഷയിൽ ഉപയോഗിച്ചു വരുന്നു. അതിൻ്റെ രൂപങ്ങൾ നമുക്ക് നോക്കാം. പ്രഥമപുരുഷഃ അഭവത് അഭവതാം അഭവൻ. മധ്യമപുരുഷഃ അഭവഃ അഭവതം അഭവതാം. ഉത്തമപുരുഷഃ അഭവം അഭവാവ അഭവാമ. പട്ധാതുവിൻ്റെ നമുക്ക് പറഞ്ഞു നോക്കാം. അപഠത് അപഠതാം അപഠൻ. മധ്യമപുരുഷഃ അപഠഃ അപഠതം അപഠത. ഉത്തമപുരുഷഃ അപഠം അപഠാവ അപഠാമ. രമേശഃ ഹ്യഃ പാഠം അപഠത്. രമേശൻ ഇന്നലെ, ഹ്യഃ എന്ന് പറയുന്നത് ഇന്നലെ, പാഠം അപഠത്, രമേശൻ ഇന്നലെ പാഠം പഠിച്ചു. രമ ഗൃഹം അഗച്ഛത്. രമ വീട്ടിൽ പോയി. അഹം ചലച്ചിത്രം അപശ്യം. ഞാൻ ചലച്ചിത്രം കണ്ടു. അപ്പോൾ ഇത് വളരെ പ്രധാനപ്പെട്ടൊരു ലകാരമാണ്. നമുക്ക് അത്യാവശ്യം സംസ്കൃതം കൈകാര്യം ചെയ്യാൻ വേണ്ടിയിട്ട് അറിഞ്ഞിരിക്കേണ്ട ഒരു ലകാരമാണ് ലങ് ലകാരം എന്ന് പറയുന്നത്. അതുപോലെ തന്നെ നമുക്ക് മറ്റ് ധാതുക്കളുടെയും രൂപങ്ങൾ നമുക്ക് ഈ ഒരു രൂപത്തിൽ നമുക്ക് പറയാനായിട്ട് സാധിക്കും. ഭൂധാതോഹോ പരസ്മേപതി ആശിർലിംഗ. ആശിർലിംഗ ആശിരർത്ഥേ അല്ലേ, ഒരു ആശീർവാദ അർത്ഥത്തിലാണ് ഏത് ലകാരം ഉപയോഗിക്കുന്നത്? ആശിർലിംഗ് എന്നുള്ള ലകാരം ഉപയോഗിക്കുന്നത്. ലിംഗ് ആശിഷി ഇതി സൂത്രം. ആ സൂത്രമാണ് ആശിർലിംഗ് ലകാരത്തിന് വിധിച്ചിരിക്കുന്ന സൂത്രം എന്ന് പറയുന്നത്. നമുക്ക് അതിൻ്റെ ക്രിയാരൂപം നോക്കാം. പ്രഥമപുരുഷഃ ഭൂയാത് ഭൂയാസ്താം ഭൂയാസുഹു. ഭൂയാഹ ഭൂയാസ്തം ഭൂയാസ്ത. ഭൂയാസം ഭൂയാസ്വ ഭൂയാസ്മ. ഒന്നുകൂടി വായിക്കാം. ഭൂയാത് ഭൂയാസ്താം ഭൂയാസുഹു. ഭൂയാഹ ഭൂയാസ്തം ഭൂയാസ്ത. ഭൂയാസം ഭൂയാസ്വ ഭൂയാസ്മ. നമുക്ക് ഒരു ഉദാഹരണമായിട്ട് പറയാം. ശിവം ഭൂയാത് അല്ലെ, എല്ലാം മംഗളകരമായി തീരട്ടെ. അതിനുള്ള ആശീർവാദ അർത്ഥത്തിലാണ് കൂടുതലും ആശിർലിംഗ് പ്രയോഗിച്ച് വരുന്നത്. ഭൂധാതു പരസ്മേപതി വിധിലിംഗ്. വിദ്യാദി അർത്ഥേഷു. വിദ്യാദി അർത്ഥങ്ങളിലും എന്ത് ഉപയോഗിച്ച് വരുന്നു? വിധിലിംഗ് എന്നുള്ള ലകാരം പ്രയോഗിച്ച് വരുന്നു. അതിൻ്റെ രൂപം നമുക്ക് നോക്കാം. പ്രഥമപുരുഷഃ ഭവേത് ഭവേതാം ഭവേയുഹു. ഭവേഹേ ഭവേതം ഭവേത. ഭവേയം ഭവേവ ഭവേമ. ഒന്നുകൂടി വായിക്കാം. പ്രഥമപുരുഷഃ ഭവേത് ഭവേതാം ഭവേയുഹു. മധ്യമപുരുഷഃ ഭവേഹേ ഭവേതം ഭവേത. ഉത്തമപുരുഷഃ ഭവേയം ഭവേവ ഭവേമ. അദ്യ വൃഷ്ടിഃ ഭവേത്. ചിലപ്പോൾ സാധ്യതയെ കാണിക്കാൻ ആയിട്ടും വിധിലിംഗ് ലകാരം ഉപയോഗിക്കാറുണ്ട് അല്ലേ. ഇന്ന് മഴ പെയ്തേക്കാം, അത് ഒരു സാധ്യതയാണ്. അപ്പോൾ അത്തരത്തിലുള്ള അർത്ഥത്തിലാണ് ഏത് ലകാരം ഉപയോഗിക്കുന്നത്? വിധിലിംഗ് ലകാരം ഭാഷയിൽ ഉപയോഗിച്ചു വരുന്നത്. ഭൂതകാല അർത്ഥത്തിൽ ഉപയോഗിക്കുന്ന മറ്റൊരു ലകാരമാണ് ലുങ് ലകാരഃ എന്ന് പറയുന്നത്. ഭൂധാതോഹോ പരസ്മേപതി ലുങ്. ലുങ് സാമാന്യ ഭൂതകാലത്തിലാണ് ലുങ് എന്നുള്ള ലകാരം ഉപയോഗിച്ചു വരുന്നത്. ലുങ് ച ഇതി സൂത്രം. ഈ ഒരു സൂത്രം കൊണ്ടാണ് ലുങ് വിധിക്കുന്നത്. അതിൻ്റെ രൂപം നമുക്ക് നോക്കാം. പ്രഥമപുരുഷഃ അഭൂത് അഭൂതാം അഭൂവൻ. അഭൂഹു അഭൂതം അഭൂത. അഭൂവം അഭൂവ അഭൂമ. അതിൻ്റെ ഒന്നുകൂടി വായിക്കാം. പ്രഥമപുരുഷഃ അഭൂത് അഭൂതാം അഭൂവൻ. മധ്യമപുരുഷഃ അഭൂഹു അഭൂതം അഭൂത. ഉത്തമപുരുഷഃ അഭൂവം അഭൂവ അഭൂമ. രാമഃ രാജാ അഭൂത്.
അല്ലേ, രാമൻ രാജാവായി തീർന്നു. ആ ഒരു ഭൂതകാലാർത്ഥത്തെ കിട്ടുന്നതിന് വേണ്ടിയിട്ടാണ്, അത് ലഭിക്കുന്നതിന് വേണ്ടിയിട്ടാണ് ലുങ് എന്നുള്ള ലകാരം പ്രയോഗിക്കുന്നത്. ഭൂധാതോഹു പരസ്മേപതി ഋങ് ക്രിയായ അനിഷ്പത്തോ ഋങ് ലിംഗ് നിമിത്തേ ഋങ് ക്രിയാനിഷ്പത്തോ ഇതി സൂത്രം. അത് ഭാവി കാലത്തെ സൂചിപ്പിക്കുന്ന ഒരു ലകാരമാണ് ഋങ് എന്നുള്ള ലകാരം. അതിൻ്റെ രൂപം നമുക്ക് നോക്കാം. അഭവിഷ്യത്, അഭവിഷ്യതാം, അഭവിഷ്യൻ. മധ്യമപുരുഷ അഭവിഷ്യ, അഭവിഷ്യതം, അഭവിഷ്യത. ഉത്തമപുരുഷ അഭവിഷ്യം, അഭവിഷ്യാവ, അഭവിഷ്യാമ. ഈ ഒരു ലകാരം, ഈ ഒരു ഋങ് എന്നുള്ള ലകാരം ഈ ധാതുവിൻ്റെ പഠിച്ചു കഴിഞ്ഞാൽ, ഭൂധാതുവിൻ്റെ പഠിച്ചു കഴിഞ്ഞാൽ അതോടൊപ്പം തന്നെ നമുക്ക് പടുധാതു തുടങ്ങിയിട്ടുള്ള മറ്റുള്ള ലകാരങ്ങൾ നമുക്ക് പറയാനായിട്ട് നമുക്ക് സാധിക്കും. ഇപ്രകാരം ഭൂധാതുവിൻ്റെ 10 ലകാരങ്ങളെയാണ് നമ്മളിന്ന് ചർച്ച ചെയ്തത്. അത് സംക്ഷിപ്തമായിട്ട് നമുക്കൊന്ന് നോക്കാം. വർത്തമാനെ ലട്ട്, വർത്തമാനകാലാർത്ഥത്തിലാണ് ലട്ട് എന്നുള്ള ലകാരം ഉപയോഗിക്കുന്നത്. അതിൻ്റെ പ്രഥമ പുരുഷ ഏകവചനമാണ്. ഒരു ഉദാഹരണമാണ് അവിടെ കൊടുത്തിരിക്കുന്നത്, ഭവതി. അനദ്യതന പരോക്ഷ ഭൂതേ ലിട്ട് ലകാര. അനദ്യതന പരോക്ഷ ഭൂതത്തിൽ ലിട്ട് എന്നുള്ള ലകാരം ഉപയോഗിക്കുന്നു. അതിന് ഉദാഹരണമാണ് ബഭൂവ. അനദ്യതന ഭവിഷ്യത് കാലേ ലുട്ട് ലകാര, ഭവിത എന്നുള്ളത് അതിൻ്റെ ഉദാഹരണം. സാമാന്യ ഭവിഷ്യകാലേ ഋട്ട് ലകാര, ഭവിഷ്യതി എന്നുള്ളത് അതിൻ്റെ ഉദാഹരണം. ആജ്ഞാ അനുമതി പ്രശംസ പ്രാർത്ഥനാദീഷു ലോട്ട് ലകാര. ഈ ഒരർത്ഥങ്ങളിൽ, ആജ്ഞ തുടങ്ങിയിട്ടുള്ള അർത്ഥങ്ങളിൽ ലോട്ട് ലകാരം. അതിനുദാഹരണം ഭവതു. അനദ്യതന ഭൂതകാലേ ലങ് ലകാര. അതിൻ്റെ ഒരു പ്രഥമപുരുഷ ഏകവചന രൂപമാണ് അഭവത്. ആശീർവാദ, ആശീർലിംഗ് എന്നുള്ള ലകാരം. അതിനുദാഹരണമാണ് ഭൂയാത്. വിധി, വിധിലിംഗാർത്ഥത്തിൽ, വിധിലിംഗ വിദ്യാർത്ഥത്തിൽ വിധിലിംഗ. അതിനൊരു ഉദാഹരണമാണ് ഭവേത്. സാമാന്യ ഭൂതകാലാർത്ഥത്തിലാണ് ലുങ് എന്നുള്ള ലകാരം. അതിനുള്ള ഉദാഹരണമാണ് അഭൂത്. ഭൂതകാലസ്യ പ്രഭാവ, ഭൂതകാലത്തിൻ്റെ പ്രഭാവത്തെ കാണിക്കുന്ന ഋങ് ലകാര, അത് അഭിവിഷ്യത്, അഭവിഷ്യത് എന്ന ഉദാഹരണം. ഇപ്രകാരം നമ്മൾ ഭൂധാതുവിൻ്റെ 10 ലകാരങ്ങൾ, നമ്മൾ 10 ലകാരങ്ങളിലും ഓരോ ലകാരങ്ങളിലും 9 രൂപങ്ങളാണുള്ളത്. അങ്ങനെ 90 രൂപങ്ങൾ, 10 ലകാരങ്ങളും കൂടി 90 രൂപങ്ങളാണ് നമ്മൾ ഈ 10 ലകാരങ്ങളിലൂടെ നമ്മൾ പഠിച്ചിരിക്കുന്നത്, മനസ്സിലാക്കിയിരിക്കുന്നത്. ഇവ പഠിച്ചു കഴിഞ്ഞാൽ നമുക്ക് സംസ്കൃത ഭാഷ അല്ലെങ്കിൽ സംസ്കൃത സാഹിത്യത്തെയും ഒക്കെ നമുക്ക് നന്നായിട്ട് അനായാസേന നമുക്ക് പ്രയോഗിക്കാനായിട്ട് നമുക്ക് സാധിക്കും. ഇപ്രകാരം ഭൂധാതുവിൻ്റെ 10 ലകാരങ്ങൾ, 10 ലകാരങ്ങളിലും കൂടി 90 രൂപങ്ങളാണ് ഉള്ളത്. ആ 10 ലകാരങ്ങൾ നമ്മൾ ഹൃദ്യസ്ഥമാക്കി കഴിഞ്ഞാൽ പടുധാതുവും ചലുധാതു, നൃത്യധാതു, അങ്ങനെ പരസ്മീപതിയിൽ വരുന്ന എല്ലാ ധാതുക്കളെയും, ഒട്ടുമിക്ക ധാതുക്കളെയും നമുക്ക് ഭൂധാതുവിനെ പോലെ നമുക്ക് പറയാനായിട്ട് സാധിക്കുകയും ചെയ്യും. അത് ഭാഷയിൽ നമുക്ക് ഉപയോഗിക്കാനും നമ്മളെ പ്രാപ്തരാക്കുന്നു. അങ്ങനെ സംസ്കൃത ഭാഷ അനായാസേന കൈകാര്യം ചെയ്യാനായിട്ട് നമ്മളെ അത് പ്രാപ്തരാക്കുന്നു. ഈ ഒരു ലകാരം നമ്മൾ നന്നായിട്ട് മനസ്സിലാക്കുകയും അത് വീണ്ടും വീണ്ടും അത് ആവർത്തിച്ച് പഠിക്കുകയും പുനരാവർത്തനം ചെയ്യുകയും ചെയ്തു കഴിഞ്ഞാൽ നമുക്ക് തീർച്ചയായിട്ടും നമുക്ക് ഈ ഒരു ഭാഷ നമുക്ക് നന്നായിട്ട് കൈകാര്യം ചെയ്യാനായിട്ട് സാധിക്കും. നന്ദി.